ഹലോ മക്കളെ, അരുണിമ മിസ്സാണ്. നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ ചൂടിലായിരിക്കുമെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എ ഗ്രേഡ് നേടാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഇതെന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചു വെക്കുക. ഊർജത്തിന്റെ ഉറവകൾ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മെച്ചപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൗവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മെച്ചപ്പെട്ട സ്റ്റൗവിന്റെ അല്ലെങ്കിൽ മെച്ചപ്പെട്ട അടുപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ മക്കളെ ഇതാ നോക്കിക്കോ, എ ഗുഡ് സ്റ്റൗ അപ്പൊ ഒരു നല്ല സ്റ്റൗ അല്ലെങ്കിൽ നല്ല ഒരു അടുപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ താപം നൽകുന്ന ഒരു അടുപ്പായിരിക്കണം കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യണം, നമുക്ക് നല്ല രീതിയിൽ എന്ത് കിട്ടണം, ഹീറ്റ് കിട്ടണം. എ ഗുഡ് സ്റ്റൗ പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ യൂസ്ഡ്. അപ്പോൾ ഒരുപാട് ഇന്ധന ചെലവുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പൊ പെട്രോൾ ആയിക്കോട്ടെ LPG ആയിക്കോട്ടെ എല്ലാത്തിനും നല്ല പൈസയാണ് അപ്പോൾ കുറച്ച് താപം ഉൽപ്പാദിപ്പിക്കാൻ തന്നെ കുറേ അധികം ഇന്ധനം ചെലവാക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, ഒരു നല്ല അടുപ്പല്ല. നല്ല അടുപ്പാവണം എന്ത് ചെയ്യണം, കുറഞ്ഞ ഫ്യൂവൽ കൊണ്ട് കുറഞ്ഞ ഇന്ധനം കൊണ്ട് തന്നെ മാക്സിമം എന്ത് കിട്ടണം, നമുക്ക് താപം കിട്ടുന്നവയായിരിക്കണം. എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താ ഈ എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാം, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ് അപ്പൊ വായു സഞ്ചാരം ഈ അടുപ്പിലേക്ക് ഉണ്ടാവണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് വിറകുകൾ കുത്തി നന്നായി കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിറകുകൾ അടുപ്പിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ രീതിയിൽ നമ്മുടെ ഭക്ഷണം പെട്ടെന്ന് പാകമാവത്തില്ല. കാരണം എന്താണ്, നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വിറകുകൾ കുത്തി നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിലൂടെ വായു സഞ്ചാരം ഉണ്ടാവത്തില്ല അപ്പൊ താപം എന്ത് ചെയ്യത്തില്ല, കത്തിയിട്ട് താപം പുറത്തു വരത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അടുപ്പിൽ എന്ത് വേണം, നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് റീച്ച് ദ വെസൽ ഫുള്ളി. ഇറ്റ് ഈസ് ഹെൽപ്പ് ടു മേക്ക് കുക്കിംഗ് ഈസിയർ ആൻഡ് സേവിങ് ഫ്യൂവൽ നമ്മൾ കൊടുക്കുന്ന താപം മുഴുവൻ എവിടേക്ക് എത്തണം, പാത്രത്തിലേക്ക് തന്നെ എത്തണം അല്ലാതെ നമ്മൾ ഇവിടെ താപം കൊടുത്തിട്ട് തീ എങ്ങനെ പല ഭാഗത്തേക്കും പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ കൊടുക്കുന്ന താപം മുഴുവൻ എന്തിലേക്ക് എത്തണം, ആ പാത്രത്തിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അടുപ്പിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് നോക്കിക്കേ, പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം വേണം ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്മോക്ക് ടു എസ്കേപ്പ് ഈ പറയുന്ന പുക പുറത്തേക്ക് പോകാൻ എന്ത് വേണം, കൃത്യമായിട്ടുള്ള ഒരു വേ ഉണ്ടായിരിക്കണം. പുക അതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ ആ അടുപ്പ് എന്തല്ല, നല്ല രീതിയിലുള്ള ഒരു അടുപ്പല്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.